അങ്ങനെ അവസാനം രാഹുലിനെ ചൊല്ലി മാപ്രകൾ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പുതിയ ബ്രേക്കിംഗ് വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് മലയാളത്തിന്റെ MD-യും ഞാൻ കണ്ടു ഞാൻ മാത്രം കണ്ടു എന്ന് പറയുന്ന വഴക്കാട്ടിയും തമ്മിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. ആ അടിയിൽ സനീഷും ഹർഷനും ന്യൂസ് മലയാളത്തിന്റെ MD-യോടൊപ്പം നിന്നു. അവസാനം ലക്ഷ്മി പത്മ ഒറ്റക്കായി. അവസാനം ഇതാ ന്യൂസ് മലയാളത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു ലക്ഷ്മി പത്മ. ഇനി എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത് ഇനി വീരപ്പന്റെ കൂടെ കാണാമെന്നാണ് പറയുന്നത്. വിഷയം രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവിടെ നിർത്താം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ട. ആ വിഷയം നമ്മൾ കൊണ്ടുപിടിക്കേണ്ട. അത് നമ്മൾ പിടിക്കേണ്ടിടത്തോളം പിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് ന്യൂസ് മലയാളത്തിന്റെ MD പറയുമ്പോ ലക്ഷ്മി പത്മ ഏത് ഞാൻ കണ്ടു ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറഞ്ഞ് അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടപ്പോ മൊഴി നൽകാതെ ഇറങ്ങി പുറപ്പെട്ട ഞാൻ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ അതേ ലക്ഷ്മി പത്മ ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ന്യൂസ് മലയാളത്തിന്റെ MD-യുമായി തല്ലിപ്പിരിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഈ പറയുന്ന വീരപ്പന്റെ കൂടെയാണ് ഇനി അടുത്തുള്ള ജൈത്രയാത്ര. വീരപ്പൻ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. വീരപ്പൻ പറഞ്ഞത് ലക്ഷ്മി പത്മ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യവും കൈകാര്യം ചെയ്യേണ്ട, വെറും രാഹുലിനെ കുറിച്ചുള്ള കഥകൾ ഉണ്ടാക്കിയാൽ മതി, സ്റ്റോറികൾ ഉണ്ടാക്കിയാൽ മതി, അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒരു വാർത്തയും കൈകാര്യം ചെയ്യേണ്ട എന്നുള്ള വാഗ്ദാനമാണ് വീരപ്പൻ നൽകിയിരിക്കുന്നത്. ആ വാഗ്ദാനം ശിരസ വഹിച്ചുകൊണ്ട് ആ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ന്യൂസ് മലയാളത്തിന്റെ MD സിദ്ദീഖുമായിട്ട് അടിച്ചു പിരിഞ്ഞു ലക്ഷ്മി പത്മ. ലക്ഷ്മി പത്മ ന്യൂസ് മലയാളത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പത്മ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മി പത്മ പറയുന്നത് വലിയ സൗഹാർദ്ദപരമായ കാര്യങ്ങൾ, കാരണങ്ങളൊന്നും ലക്ഷ്മി പത്മ പറയുന്നില്ല. വലിയ സൗഹാർദ്ദമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി പത്മ ഒരിടത്ത് പറയുന്നുണ്ട് അടികൾ ഉണ്ടായാലും തമ്മിലടി ഉണ്ടായാലും അത് ന്യൂസ് റൂം വിട്ട് പുറത്തേക്ക് പോകാറില്ല എന്നൊക്കെ. പക്ഷേ ആ വാർത്തകൾ ശരിയല്ല. അടികൾ ഉണ്ടായിട്ടുണ്ട്. ആ അടി ന്യൂസ് റൂമിന് പുറത്തേക്ക്, സ്റ്റുഡിയോക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇനി ചെന്ന് കയറുന്നത് വീരപ്പന്റെ ചാനലിലേക്കാണ്. ആ വീരപ്പന്റെ ചാനലിലാണ് ഇനി ലക്ഷ്മി പത്മയുടെ പുതിയ യാത്ര. അവിടെ വീരപ്പൻ വെച്ചിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം, അതാണ് സബ്ജക്റ്റ്, കണ്ടന്റ് അതാണ്. നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആര്? ലക്ഷ്മി പത്മ. അവിടെ രാഹുൽ മാങ്കൂട്ടമാണ് സബ്ജക്റ്റ്, കണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്ത് അപവാദങ്ങളും പ്രചരിപ്പിക്കാനുള്ള ലൈസൻസ് വീരപ്പൻ നൽകി കഴിഞ്ഞു. സിദ്ദീഖ് ഈ പറയുന്ന ന്യൂസ് മലയാളത്തിന്റെ MD സിദ്ദീഖുമായി അടിച്ചു പിരിയാനുണ്ടായ കാരണവും രാഹുൽ മാങ്കൂട്ടം തന്നെ. അവിടെയും കണ്ടന്റ് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവിടെ നിർത്തണം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളോ അല്ലെങ്കിൽ സ്റ്റോറികളോ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റോറികളോ ഒന്നും വേണ്ട എന്ന് സിദ്ദീഖിന്റെ നിർദ്ദേശം വന്നു. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ന്യൂസ് മലയാളത്തിന്റെ MD ആയിട്ടുള്ള സിദ്ദീഖിന്റെ നിർദ്ദേശം വന്നപ്പോ അവിടെ നിന്ന് പറ്റില്ല, എനിക്ക് രാഹുലിനെതിരെ അപവാദം പ്രചരിപ്പിക്കണം. കാരണം ഞാൻ മാത്രം കണ്ടു ഞാൻ മാത്രം കണ്ടു എന്ന് ഞാനാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാനാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി പത്മ ഇപ്പോ ന്യൂസ് മലയാളത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഈ അടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിൽ പിന്നെയാണ് അടിയൊക്കെ പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ സിദ്ദീഖ് പറഞ്ഞത് നമ്മൾ ഇത്രയും ദിവസം സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ന്യൂസ് മലയാളത്തിന്റെ MD, ആ സിദ്ദീഖ് പറഞ്ഞത് നമ്മൾ ഇത്രയും ദിവസം സഖാക്കൾക്ക് വേണ്ടി, പിണറായി വിജയന് വേണ്ടി പണിയെടുത്തു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി കണ്ടിട്ട്, അന്തരീക്ഷം കണ്ടിട്ട് അതിൽ UDF-ന് മേൽക്കോയ്മ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ ഈ പറയുന്ന
UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. അത് മാത്രവുമല്ല, വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ എന്താണെങ്കിലും അധികാരത്തിലേക്ക് വരുമെന്ന് MD സിദ്ദീഖ് പറയുന്നു. അതുകൊണ്ട് ഇനിയും പിണറായി വിജയന് വേണ്ടിയുള്ള PR വർക്കുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് 2026 മുതൽ പിന്നെ UDF അധികാരത്തിൽ വന്നാൽ അടുത്ത 5 വർഷക്കാലം അത് വലിയ തിരിച്ചടികളുടെ കാലമായിരിക്കുമെന്ന് സിദ്ദീഖിന്റെ പക്ഷം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് പറഞ്ഞത് ഇനി രാഹുൽ മാങ്കൂട്ടം വിഷയം വേണ്ട എന്നുള്ളത്. പക്ഷേ ലക്ഷ്മി പത്മ അതിന് തയ്യാറായില്ല. എന്താണെങ്കിലും ലക്ഷ്മി പത്മ രാജിവെച്ച് ഇറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിൽ നിന്ന് വിട്ട് ഇനി റിപ്പോർട്ടർ TVയിലേക്ക് ചേക്കേറാനാണ് ലക്ഷ്മി പത്മയുടെ ശ്രമവും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി പത്മ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണെങ്കിലും രാജിവെച്ച് ഇറങ്ങി എന്നുള്ള കാര്യവും ഇനി എങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് പിന്നെ പറയാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കാര്യങ്ങൾ നേരെ തിരിച്ചാകുന്നു. ഇനി അങ്ങോട്ട് ലക്ഷ്മി പത്മയെ നമുക്ക് വീരപ്പന്റെ ചാനലിൽ മൊട്ടയുടെ കൂടെ കാണാം. മൊട്ടക്ക് പറ്റിയ ഒരാളെയാണ് ഇതുവരെ കരുതിയിരുന്നത്. കാരണം ഈ സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടുമൊക്കെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അവർ കിട്ടിയ ചാൻസിന് പിണറായി വിജയന്റെ തോന്നിവാസങ്ങളെ തെമ്മാടിത്തരങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും അങ്ങ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളിടത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ TVയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ പുറത്തു വന്ന് വിട്ടിരുന്നു. അത് ഇപ്പൊ ഏകദേശം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. ലക്ഷ്മി പത്മ റിപ്പോർട്ടർ TVയിലേക്ക് പോകും, സ്മൃതി പരുത്തിക്കാട് ന്യൂസ് മലയാളത്തിലേക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ ഈ ലക്ഷ്മി പത്മയുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാട് കുറെ കാലമായിട്ട് റിപ്പോർട്ടർ TVയിൽ വലിയ ഒരു സന്തുഷ്ടയാണ് എന്ന് പറയാൻ കഴിയില്ല. അവര് ഒരുപാടധികം ഈ പറയുന്ന അസ്വസ്ഥതകൾ അവരുണ്ട്. ആശങ്കകളിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ലക്ഷ്മി പത്മ എന്താണെങ്കിലും ന്യൂസ് മലയാളത്തിന്റെ MDയുമായി തല്ലിപ്പിരിയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം MDക്ക് മുന്നിൽ ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഇനി നമ്മളത് കൊണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് MD സിദ്ദീഖ് മുന്നോട്ട് വെക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തരീക്ഷമാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് UDFന് അനുകൂലമാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടം വിഷയം കുത്തിപ്പൊക്കിയത് അതിവിടെ തീർന്നു എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. അതുകൊണ്ട് ഇനിയും ആ വിഷയം നമ്മൾ ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. സഖാക്കൾ വേണമെങ്കിൽ അവരുടെ പണി നോക്കിക്കോട്ടെ, അവർക്ക് ഇനി PR വർക്ക് ഈ അടിമപ്പണി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സിദ്ദീഖിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. പക്ഷേ ലക്ഷ്മി പത്മ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ കണ്ടു, ഞാൻ മാത്രമാണ് കണ്ടത്, അതുകൊണ്ട് എനിക്ക് ഇതുമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതിന് പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ എന്നുള്ള വാദമാണ്, അഭിപ്രായമാണ് ലക്ഷ്മി പത്മക്കുള്ളത്. എന്താണെങ്കിലും MD സിദ്ദീഖും ഈ പറയുന്ന ലക്ഷ്മി പത്മയും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. ഹർഷനും സനീഷും MDയുടെ കൂടെ നിന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ലക്ഷ്മി പത്മയെ പോലെ തന്നെ ന്യൂസ് മലയാളത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഹർഷനും സനീഷും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കിയ വ്യക്തികളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഹർഷനും സനീഷും വെച്ചത്. എന്താണെങ്കിലും ഹർഷനും സനീഷും MDയോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ ലക്ഷ്മി പത്മക്ക് വേറെ വഴികളില്ല. ഒന്നില്ലെങ്കിൽ അവിടെ തുടരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വിടണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് രാജിവെച്ചിറങ്ങണം. എന്താണെങ്കിലും അതിന് പറ്റിയ ഒരു ഇടമുണ്ട്. അത് റിപ്പോർട്ടർ TVയിൽ തനിക്ക് ചാൻസ് ഉണ്ട്. വീരപ്പന്റെ ഓഫറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടർ TVയിലേക്ക് ചേക്കേറാനാണ് ഇപ്പോൾ ലക്ഷ്മി പത്മയുടെ ശ്രമങ്ങള്. അതിനുള്ള എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. ശ്രമങ്ങൾ എന്ന് പറയില്ല, തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ തൊട്ടടുത്ത ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ലക്ഷ്മി പത്മയെ നമുക്ക് റിപ്പോർട്ടർ TVയുടെ ന്യൂസ് റൂമുകളിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ വലിയ സന്തോഷത്തിലാണ്.
അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ കണ്ടു, ഞാൻ മാത്രമെന്ന് കണ്ടു എന്ന് പറഞ്ഞ ലക്ഷ്മി പത്മ അവസാനം രാഹുൽ വിഷയത്തിൽ തന്നെ അടിച്ച് പിരിഞ്ഞ് ഈ പറയുന്ന ന്യൂസ് മലയാളത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഇനിയും നമ്മള് എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരെ ഏറ്റുപിടിക്കേണ്ടതില്ല എന്ന് ചില മാധ്യമ പ്രവർത്തകരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതില് ഈ പറയുന്ന ന്യൂസ് മലയാളത്തിൽ നിന്നുള്ള ചില ആളുകളുണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 24-ൽ ഹാഷ്മിയും അതുപോലെ ശ്രീകണ്ഠൻ നായരും ഒക്കെ ഉണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ ഇനിയും നമ്മളത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.